വളരെ ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടിയാണ്, അതിലേറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിൻ്റെ ഏറെ പ്രസക്തമായ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു പുസ്തകം എന്ന അർത്ഥത്തിലല്ല, അദ്ദേഹം നിരന്തരമായി കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ. പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് മലയാളത്തിൻ്റെ അഭിമാനമായ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വീര്യവിസ്മയങ്ങൾ തൻ്റെ ഗാനങ്ങളിലൂടെ അവതരിപ്പിച്ച മലയാളത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ വേടനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അത് ഏറ്റുവാങ്ങിയത് കേരളത്തിൽ നിരന്തരമായി ആശയപ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സണ്ണി എം കബിക്കാടാണ്. ഇവിടെ പ്രിയ ടീച്ചർ ഈ പുസ്തകത്തിൻ്റെ വളരെ സൂക്ഷ്മമായ അവതരണം നിർവഹിച്ചു. വളരെ സംക്ഷിപ്തമായി പാറക്കടവ് തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. പാറക്കടവിൻ്റെ ഒരു വാക്യത്തിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഇവിടെ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിൻ്റെ ഒരു പ്രഭാഷണമാണ്. ചെറിയ പ്രഭാഷണമല്ല, ഒരു ദീർഘമായ പ്രഭാഷണമാണ്. കാരണം ഒന്ന്, ഏത് പുസ്തക പ്രകാശനത്തിലും പൊതുവിൽ സദസ്സ് കാത്തിരിക്കുന്നത് ആ പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളാണ്. ഇത്തരമൊരു പുസ്തകം എന്തുകൊണ്ട് അനിവാര്യമായി തീർന്നുവെന്ന് അദ്ദേഹം വിശദമായി തന്നെ സംസാരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു പ്രഭാഷണം കൂടി ഇവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. വളരെ സംക്ഷിപ്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയിലാണ്. ഒരു ബഹുജൻ കവി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ, കവിയുടെ പേര് പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തതുകൊണ്ടാണ്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്നാണ് ജനിച്ചത് എന്നെനിക്കറിയില്ല, പക്ഷേ എത്രയോ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഞാനിവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയുന്നത് ജനിച്ചാൽ മരണമുണ്ട് എന്നാണ്. അത് സാധാരണ പറയേണ്ടതില്ലാത്തൊരു പറച്ചിലാണ്. എന്നാൽ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോകുന്ന, കൊല്ലപ്പെട്ടു പോകുന്ന മനുഷ്യർ, അവരെക്കുറിച്ചാണ് കാലേക്കുറി പ്രസാദ് എന്ന ബഹുജൻ കവി പറയുന്നത്. ഞാൻ എന്നാണ് ജനിച്ചത് എന്നെനിക്കറിയില്ല. മിക്കവാറും ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ഭൂരിപക്ഷം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനത്തീയതി കൃത്യം ഒരുപക്ഷെ അവർക്ക് ഓർത്തെടുക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ കാലേക്കുറി പ്രസാദ് പറയുന്നത്, ആയിരത്താണ്ടുകളായി ഞാൻ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം. ജനിച്ചതെന്നാണെന്നറിയില്ല, പക്ഷേ ആയിരത്താണ്ടുകളായി കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം എന്നാണ്. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയാണ്, ഇന്നലത്തെ ഇന്ത്യൻ അവസ്ഥയാണ്. യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫാസിസത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഫാസിസം യൂറോപ്പിൻ്റെ ഭൂതമാണെന്നാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാസിസം എന്നുള്ളത് നമ്മുടെ വർത്തമാനകാലമാണ് എന്ന ഒരു നടുക്കം, ഏറ്റവും ചുരുങ്ങിയത് ഒരു മിനിമം നടുക്കമെങ്കിലും അത് നമുക്കുണ്ടാക്കണം. നമ്മുടെ വാക്കുകളിൽ, വരകളിൽ, നമ്മുടെ നിൽപ്പിൽ, മൗനത്തിൽ, നമ്മുടെ പറച്ചിലിൽ, നമ്മുടെ പ്രബന്ധങ്ങളിൽ, പുസ്തകങ്ങളിൽ ഒക്കെ ആ നടുക്കം ഏതെങ്കിലും രീതിയിൽ കടന്നു വരണം. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, തികച്ചും സ്വാഭാവികമാണ്, നമുക്കൊക്കെ വളരെ സുഖമാണ് എന്ന മട്ടിലുള്ള അലസമായ അവതരണങ്ങൾ, അതുണ്ടാക്കുന്ന അപകടം, ആ അപകടത്തെക്കുറിച്ചുള്ള താക്കീതുകളാണ്, മുന്നറിയിപ്പുകളാണ് ടി.എസ്. ശ്യാംകുമാറിൻ്റെ പ്രഭാഷണങ്ങളിലും പുസ്തകങ്ങളിലും നിരന്തരമായി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. അംബേദ്കർ പറയുന്നുണ്ട്, ജാതി മേൽക്കോയ്മയുടെ കോട്ടകൾക്കകത്ത് ഒരു ഡൈനാമിറ്റായി പൊട്ടിത്തെറിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്.
അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ അപ്രകാരമുള്ള ഒരു ഡൈനാമിറ്റിൻ്റെ പേരാണ് ഡോക്ടർ TS ശ്യാംകുമാർ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ആശയങ്ങൾ വിവരിക്കുകയല്ല ചെയ്യുന്നത്. നേരത്തെ സണ്ണിയം കബികാട് സൂചിപ്പിച്ചു, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകം പരിചയപ്പെടുത്തുകയല്ല. തീർച്ചയായിട്ടും അതിന് അക്കാദമികമായ പ്രസക്തിയുണ്ട്. അത് നമ്മുടെ വിവരശേഷി വർദ്ധിപ്പിക്കും. എന്നാൽ TS ശ്യാംകുമാർ ചെയ്യുന്നത് ഈ പുസ്തകമല്ല, ജീവിതമെന്ന ഏറ്റവും വലിയ പാഠപുസ്തകം. ആ പാഠപുസ്തകമാണ് അദ്ദേഹം തൻ്റെ വിപുലമായ വായനയുടെ പശ്ചാത്തലത്തിൽ അതിനോടാണ് അദ്ദേഹം സംവദിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല. വർത്തമാനകാല ഇന്ത്യൻ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ കാലം ആവശ്യപ്പെടുന്ന, നമ്മുടെ കാലം കാത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയാത്തത് ആ പുസ്തകം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും വെളിച്ചത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ജനാധിപത്യ മതനിരപേക്ഷ മാനവിക കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യരുടെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൾപൊട്ടൽ, പുറംപൊട്ടൽ എന്ന് പറയുന്നത് ആർക്കും കാണാൻ പറ്റും, ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പുറത്തൊരു പൊട്ടലുണ്ട്, വേണമെങ്കിൽ ഒരു ബാൻഡേജ് വെച്ച് കെട്ടാൻ പറ്റും. എന്നാൽ നമ്മുടെയൊക്കെ അകത്ത്, അതിനെയാണ് ഞാൻ ഉൾപൊട്ടൽ എന്ന് വിളിക്കുന്നത്, അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത് കാണണമെങ്കിൽ അതിനാവശ്യമായ സൈദ്ധാന്തിക ഉപകരണങ്ങൾ വേണം. ആ ഉപകരണം വെച്ചാൽ മാത്രമേ അത് കാണുകയുള്ളൂ. TS ശ്യാംകുമാർ അത്തരത്തിൽ നമ്മുടെയൊക്കെ അകത്ത്, പുറത്ത് നമ്മൾ എത്ര പരിഷ്കൃതരായിരിക്കുമ്പോഴും അകത്ത് നമ്മൾ എത്രമാത്രം പിന്നോക്കമായ കാഴ്ചപ്പാടുള്ളവരായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് നമ്മളെ തന്നെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയായി ഈ പുസ്തകം മാറുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മാറുന്നു, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ധാരാളം സംസ്കൃത പണ്ഡിതന്മാരുണ്ട്. അത്തരത്തിൽ മഹാനായൊരു പണ്ഡിതനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വളരെ പല കാരണങ്ങളാൽ ആദരവോടെയാണ് കാണുന്നത്. പക്ഷേ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് MP ശങ്കുണ്ണി നായർ. നമ്മുടെ കാലത്ത് ഇന്നും എടുത്തു പറയാവുന്ന തരത്തിൽ പരമ്പരാഗതമായ സംസ്കൃത പാണ്ഡിത്യത്തിനകത്ത് ഇടപെടൽ നടത്തിയ ഒരാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഭൂതപ്പാട്ടിനെക്കുറിച്ചുള്ള, പ്രിയ ടീച്ചർ ഈ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ അവർ മീൻ കൂട്ടുന്നതിനെക്കുറിച്ച് ചോദിച്ചത് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. തികച്ചും യാദൃച്ഛികമെന്ന് തോന്നുമെങ്കിലും അതൊരു സൂക്ഷ്മമായ പ്രയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മഹാനായ എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം സൗന്ദര്യശാസ്ത്രത്തിൽ അദ്ദേഹം നടത്തിയൊരു ഇടപെടലാണ്. സാധാരണ സംസ്കൃത പണ്ഡിതന്മാർ സംസ്കൃത പൗരസ്ത്യ സാഹിത്യ വിമർശനത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പാശ്ചാത്യ പൗരസ്ത്യ വിമർശന സിദ്ധാന്തങ്ങളെയൊക്കെ സർഗാത്മകമായി സമന്വയിപ്പിച്ചുകൊണ്ട് അപഗ്രഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം ഒരു കാര്യം, ഭൂതപ്പാട്ടിനെക്കുറിച്ചുള്ളൊരു പ്രബന്ധത്തിലാണ് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച്, മലയാള കവിതയിലെ ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കവിത കാളനും ഓലനും അവിയലും ഇഞ്ചിത്തൈരുമുള്ള ഒരു സദ്യയാണ്. അത് പൊറാട്ടയും മീനും ഇറച്ചിയും ബിരിയാണിയുമുള്ള ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പഠിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ഞാൻ പറയാൻ കാരണം, ആ കാലത്തെ സാഹിത്യ കൃതികളിലെ ഭക്ഷണം, ആ കാലത്തെ മനുഷ്യന്മാരുടെ ഭക്ഷണമല്ല, ആ കാലത്തെ സാഹിത്യ കൃതികളിലെ ഭക്ഷണം, ആ ഭക്ഷണം വെച്ചിട്ടാണ് അദ്ദേഹം തന്നെ ഒരു നിഗമനത്തിലെത്തിയത്. പഠിച്ച് പറഞ്ഞതാണ്. പക്ഷെ പഠിച്ചത്
അവിടെയാണ് ശ്യാംകുമാർ വ്യത്യസ്തനാകുന്നത്. പഠിച്ചത് അതുവരെ എഴുതിയിട്ടുള്ള കൃതികളെയാണ് പഠിച്ചത്. ആ കൃതികളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഭക്ഷണമായിട്ട് കാളനും ഓലനും അവിയലും ഇഞ്ചിത്തൈരും ഒക്കെയാണ്. അതാണ് അദ്ദേഹം കണ്ടത്, അതാണ് അദ്ദേഹം പഠിച്ചത്. എന്നാൽ സാഹിത്യത്തിൽ ഇടം കിട്ടാതെ പോയ, ചരിത്രം സൃഷ്ടിച്ചവരെങ്കിലും ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ, പുറത്താക്കപ്പെട്ട, മേൽവിലാസമില്ലാത്ത വലിയൊരു ജനതയുണ്ട്. അവർക്ക് ഭക്ഷണമുണ്ട്, അവർക്ക് ഭാഷയുണ്ട്, അവർക്ക് കഥകളുണ്ട്. അതൊന്നും തന്നെ നമ്മുടെ തത്വചിന്തയിൽ, നമ്മുടെ പ്രഭാഷണത്തിൽ, നമ്മുടെ പ്രബന്ധത്തിൽ അതിനെയൊന്നും വീര്യം കടന്നു വരുന്നില്ല. നമ്മുടെ മഹാപണ്ഡിതൻ കാണാതെ പോയ ബഹുജനങ്ങളുടെ ജീവിതം, ആ ജീവിതമാണ്, അവരുടെ കാഴ്ചപ്പാടാണ് ഡോക്ടർ ശ്യാംകുമാറിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു വരുന്നത്. ശങ്കുണ്ണി മാഷക്ക് കാണാൻ കഴിയാതെ പോയത് അതാണ് TS ശ്യാംകുമാർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിഞ്ഞുകൂടാ, ഈ അടുത്ത കാലത്ത് ശ്യാംകുമാർ സംസ്കൃത പണ്ഡിത ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയുണ്ടായി. സത്യത്തിൽ അത് കേരളം ആഘോഷിക്കേണ്ടതായിരുന്നു. ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ ഡോക്ടർ ശ്യാംകുമാർ ഉയർത്തിയ സംസ്കൃത പാണ്ഡിത്യത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ ആ വെല്ലുവിളിക്ക് ഒരു പരമ്പരാഗത സംസ്കൃത പണ്ഡിതനും ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അമർത്തി പറയാൻ ജനാധിപത്യവാദികൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല. സന്ദർഭം പലരും ഓർക്കുന്നുണ്ടാകും. ഒരു വിദ്യാർത്ഥി സംസ്കൃത പരീക്ഷയ്ക്ക് മലയാളമാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് ആ വിദ്യാർത്ഥി ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയായതുകൊണ്ട് നിന്നെപ്പോലുള്ളവർ എത്ര തലകുത്തി നിന്നാലും സംസ്കൃതം മനസ്സിലാവില്ല, അതുകൊണ്ടാണ് നീ മലയാളത്തിൽ എഴുതേണ്ടി വരുന്നത്. സത്യത്തിൽ സംസ്കൃതം മാത്രമല്ല, അറബിയും മലയാളത്തിൽ എഴുതാൻ അനുവാദമുണ്ട്. മിക്കവാറും പരീക്ഷയ്ക്ക് ആളുകൾ എഴുതുക മലയാളത്തിലായിരിക്കും. സംസ്കൃതത്തിൽ വേണ്ടവർക്ക് സംസ്കൃതത്തിലും എഴുതാം എന്നേ ഉള്ളൂ. ശ്യാംകുമാർ ഉന്നയിച്ച വിമർശനം ഇതായിരുന്നു, വെല്ലുവിളി ഇതായിരുന്നു: നിങ്ങളോട് ഞാൻ സംസ്കൃതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് സംസ്കൃതത്തിൽ ഈ സംസ്കൃതം പരീക്ഷയ്ക്ക് എഴുതാത്തതിൻ്റെ പേരിൽ, അടിസ്ഥാന ജനവിഭാഗത്തിൽ പെട്ടതിൻ്റെ പേരിൽ നീയൊന്നും ജമ്മത്ത് പഠിച്ചാലും സംസ്കൃതം പഠിയില്ല എന്ന് പറഞ്ഞ ആ സംസ്കൃത പണ്ഡിതയായ അധ്യാപികയോട് ശ്യാംകുമാർ ചോദിച്ചത്, ഞാൻ സംസ്കൃതത്തിൽ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ സംസ്കൃതത്തിൽ ഉത്തരം പറയുമോ എന്നായിരുന്നു ചോദ്യം. അതിനവർ ഉത്തരം പറഞ്ഞിട്ടില്ല. സംസ്കൃതത്തിൽ മാത്രമല്ല, അവർ മലയാളത്തിലും ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, സംസ്കൃതം എന്ന് പറയുന്നത് സണ്ണിയം കബിക്കാവിടെ സൂചിപ്പിച്ചു, വിവേകാനന്ദനെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിൽ വിവേകാനന്ദൻ പറയുന്നുണ്ട്, എൻ്റെ 1893 ചരിത്രപ്രസിദ്ധം എന്ന് വിതിൻ കോട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ പ്രഭാഷണത്തിലാണ്, അതിൽ പലതും പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ മാതൃഭാഷയായ സംസ്കൃതത്തിൽ അപരം എന്നർത്ഥം വരുന്ന, എക്സ്ക്ലൂഷൻ എന്നർത്ഥം വരുന്ന ഒരു വാക്കില്ല എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വല്ലാത്ത കടുപ്പാണ് ആ പ്രയോഗം എന്ന് വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ തെറ്റ്, സംസ്കൃതം ഒരു കാലത്തും നമ്മുടെ മാതൃഭാഷയായിരുന്നിട്ടില്ല. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം, സംസ്കൃതം നമ്മുടെ മാതൃഭാഷയാകുന്നതിനെ കുറിച്ച് വിചാരധാര പറയുന്നുണ്ട്. പലരും കരുതിയിരിക്കുന്നത് സംഘപരിവാറിൻ്റെ സൈദ്ധാന്തിക ഗ്രന്ഥമായ വിചാരധാര ഹിന്ദി നമ്മുടെ ദേശഭാഷയാകുന്നതിനെക്കുറിച്ചാണ് പറയുന്നതെന്നാണ്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അതിലൊരു വാചകമുണ്ട്, ഞാൻ വിചാരധാരയിൽ നിന്ന് കോട്ട് ചെയ്യാണ്: സംസ്കൃതം നമ്മുടെ മാതൃഭാഷയാകുന്നത് വരെ തൽക്കാലം ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയായി തുടരണമെന്നാണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ ന്യായമായൊരു സംശയം ഉണ്ടാവും, ഹിന്ദി തന്നെ നമുക്ക് കഷ്ടിയാണ്. അങ്ങനെയിരിക്കെ വളരെ പ്രയാസമുള്ള സംസ്കൃതം നമുക്ക് സംസാരിക്കാൻ പറ്റും.
മാതൃഭാഷയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മലയാളികളും സംസ്കൃതം സംസാരിക്കും. ഇപ്പം നിശബ്ദമായി നടക്കുന്ന ഒരു പ്രവർത്തനം കേരളത്തിൽ ഉണ്ട്. അത് സംസ്കൃതം സംസാരിക്കാനുള്ള ഒരു 15 ദിവസത്തെ കോഴ്സാണ്. സംസ്കൃതം സംസാരിക്കാൻ 15 ദിവസത്തെ കോഴ്സ് മതി. എന്താണെന്ന് പറഞ്ഞാൽ ഒരു പലചരക്ക് പീടികയിൽ ചെന്നിട്ട് 2 കിലോ അരി വേണം, ബസ് കയറിയിട്ട് ഒരു ടിക്കറ്റ് വേണം. ഇങ്ങനെ നമുക്ക് പരിമിതമായ ആശയവിനിമയത്തിന് നമ്മൾ മലയാള വാക്കൊന്ന് എഴുതി നോക്കിയാൽ മതി. ഒരു ദിവസം രാത്രി കിടക്കാൻ നേരത്ത് എത്ര മലയാളം വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ ശബ്ദധാരാവലിയിലെ ഒരു പേജിലെ മലയാളം വാക്ക് പോലും നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് ആവശ്യമില്ല. വളരെ കുറച്ച് ആവശ്യമുള്ളൂ. നേരെ മറിച്ച് നമുക്ക് നമ്മളെ ആവിഷ്കരിക്കണമെങ്കിലാണ് ഭാഷയുടെ മഹാസമുദ്രത്തിൽ നീന്തി തുടിക്കേണ്ടി വരുന്നത്. നിങ്ങളങ്ങനെ ആവിഷ്കരിക്കേണ്ട. ആവിഷ്കരിക്കുമ്പോഴാണ് വിമർശനങ്ങളും അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവുക. വിമർശനം വേണ്ട, അന്വേഷണം വേണ്ട. മിണ്ടിപ്പറയാൻ അത്യാവശ്യത്തിന് ഒരു 10 വാക്ക് അത് 5 ദിവസം കൊണ്ട് പഠിക്കാം. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ദേശീയ ഭാഷയാവുക എന്നതിനെക്കുറിച്ച് ആരും വ്യാകുലമാവേണ്ടതില്ല. ഭരണകൂടം പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്തുള്ള ഗോവയിലാണ് പെട്ടെന്ന് തെങ്ങ് മരമല്ലാതായി മാറിയത്. അതവിടുത്തെ സർക്കാർ പ്രഖ്യാപിച്ചു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഗ്രോവാണി ഇൻഡസ്ട്രീസ് എന്ന മദ്യ കമ്പനിക്ക് വേണ്ടി തെങ്ങുകൾ വ്യാപകമായി വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉയർന്നു. വൃക്ഷം സംരക്ഷിക്കാൻ ആ സമയത്ത് സർക്കാർ പ്രഖ്യാപിച്ചു തെങ്ങ് വൃക്ഷമല്ല. അതിന് ബൊട്ടാണിക്കൽ സൊസൈറ്റി ഒരു ന്യായം കൂടി പറഞ്ഞു. തെങ്ങിന് ബ്രാഞ്ചസ് ഇല്ല, മരത്തിന് ബ്രാഞ്ചസ് ഉണ്ടാവും, തെങ്ങിന് ബ്രാഞ്ചസ് ഇല്ല. അതുകൊണ്ട് തെങ്ങ് മരമല്ല. വലിയ സമരം നടന്നു. അതോടെ ഗോവയിൽ തെങ്ങ് മരമല്ലാതായി തീർന്നു. അധികാരമാണ് അവസാന വാക്ക്. മധ്യപ്രദേശിൽ ചെമ്മീൻ സസ്യമാണ് എന്ന് മോത്തി കാശ്യപ് എന്ന അവിടുത്തെ BJP ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിച്ചു. ചെമ്മീൻ കൃഷി അദ്ദേഹത്തിന് താല്പര്യമുള്ള വൻകിട ചെമ്മീൻ കുലാക്കുകളുടെ കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയാണ് സസ്യബുക്കുകൾ അധികമുള്ള സ്ഥലത്ത് ചെമ്മീൻ സസ്യമാണ്. അതിനുകൊണ്ട് ന്യായം. അതിന് ന്യായം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തൊലിച്ചാൽ അതിൽ മുള്ളില്ല, എല്ലില്ല, ഒന്നുമില്ല, ഒരു വഴുതനങ്ങ പോലൊരു സാധനം. അതുകൊണ്ട് അത് സസ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. അധികാരമാണ് അവസാന വാക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പാവങ്ങളിൽ പാവമായിരുന്ന പശു അതിപ്പോൾ നരിയേക്കാൾ പുലിയേക്കാൾ ഇന്ത്യക്കാരെ പേടിപ്പിക്കുന്ന ഒരു ഭീകര ജന്തുവായി മാറി. പശു സ്വയം ആഗ്രഹിച്ച് മാറിയതല്ലല്ലോ, അധികാരമാണ് അവസാന വാക്ക്. അതുകൊണ്ട് ഫാസിസ്റ്റ് അധികാരം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഡോക്ടർ TS ശ്യാംകുമാറിൻ്റെ ബഹുജനപക്ഷ ബദൽ ചിന്ത എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അമർത്തി പറയുന്നു, ബഹുജനപക്ഷ ബദൽ ചിന്തയുടെ അതാണ് നമ്മുടെ ബലം, അതാണ് കരുത്ത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആത്മാഭിമാനം. ഫ്രാൻസിസ് ഫാനൻ്റെ വളരെ പ്രസിദ്ധമായ മാർക്സിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്ന മഹത്തായ ഒരു ആശയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വിപ്ലവം എന്ന് പറയുന്നത് അപ്പത്തിന് വേണ്ടിയുള്ള സമരമല്ല, അത് ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള സമരമാണ്. ആത്മാഭിമാനത്തിൽ അപ്പവും ഉൾപ്പെടും. റവല്യൂഷൻ ഈസ് നോട്ട് ദി സ്ട്രഗിൾ ഫോർ ബ്രെഡ്, ഇറ്റ് ഈസ് ദ സ്ട്രഗിൾ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി. സർട്ടൻലി ഇറ്റ് ഇൻക്ലൂഡ്സ് ബ്രെഡ്. മലയാളത്തിൽ ഇടശ്ശേരി പാടിയിട്ടുണ്ട്, മുതലാളി കാരുണ്യം വെച്ച് നീട്ടി, തൊഴിലാളി നീതിക്കായി അംഗം വെട്ടി. ആ നീതിയിൽ അപ്പം പെടും, ആ നീതിയിൽ തൊഴിൽ പെടും, ആ നീതിയിൽ പുസ്തകം പെടും, ആ നീതിയിൽ പ്രഭാഷണം പെടും, ആ നീതിയിൽ കത്തിജ്വലിക്കുന്ന വേടൻ്റെ പാട്ടും പെടും എന്നുകൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.